2026 സംസ്ഥാന ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വി.ഡി. സതീശനെയും കെ. സുധാകരനെയും സംസ്ഥാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. കോൺഗ്രസ് പിന്നോട്ടു പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ഈ രണ്ടു പേർക്കുമാണ്. ഇത്തരം വാദങ്ങൾ ഉയർത്തി തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് എ.ഐ. ഗ്രൂപ്പുകളുടെ ശ്രമം. വി.ഡി. സതീശനും കെ. സുധാകരനും പരാജയമാണെന്ന് സ്ഥാപിക്കപ്പെട്ടാൽ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് തന്നെ പാർട്ടി എത്തും. ഇത്തരം ചർച്ചകൾ ഇപ്പോൾ കോൺഗ്രസിൽ സജീവമായി ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകളുമൊക്കെ നിരവധി തവണ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെയായി ചർച്ചയായ വിഷയമാണ്. അതേസമയം LDFിലെ സംഘടനാ സംവിധാനത്തെപ്പറ്റി ആർക്കും തർക്കങ്ങളില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും ഘടനാപരമായ ശക്തിയും സംഘടനാ ബലവും ചിട്ടയോടുള്ള പ്രവർത്തനങ്ങളും ഒന്നും KPCCക്കുള്ളിൽ ഇല്ല എന്ന് തന്നെ പറയാം. കോൺഗ്രസിന്റെ പുരോഗതിക്ക് കാര്യമായ മാറ്റം അനിവാര്യമാണ്. ഇല്ലായെങ്കിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ശക്തമായൊരു തിരിച്ചുവരവ് അത് കോൺഗ്രസിന് കൈയകലത്തിലാകും. ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം ജയിക്കാനാകില്ല എന്നുള്ള തിരിച്ചറിവാണ് കോൺഗ്രസിന് വേണ്ടത്. അതുമാത്രം ലക്ഷ്യമിട്ടു പോയാൽ കോൺഗ്രസിനുള്ളിൽ സംഘടനാ ദുർബലതയും പാർട്ടി തിരിഞ്ഞുള്ള അടിയും അധികാര കസേരയിൽ ഇരിക്കാനുള്ള പിടിവലിയുമെല്ലാം പാർട്ടിയുടെ വിജയത്തെ ദോഷമായി തന്നെ ബാധിക്കും. സുധാകരനെ അന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടി ആക്കുമെന്നാണ്. അന്നെല്ലാവരും അദ്ദേഹത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആയതുമില്ല. പകരം ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിപിടിയും പിണക്കങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, അടുത്ത മുഖ്യമന്ത്രിയാവാൻ നിരവധി പേർ കോൺഗ്രസിനുള്ളിലും ഉണ്ട്. ഇത്തരം കിടമത്സരങ്ങൾ കോൺഗ്രസിന് ദോഷമായി തന്നെ ബാധിക്കും. തങ്ങളുടെ മറുവശത്ത് അതിശക്തരായ ഇടതുപക്ഷമുണ്ടെന്നുള്ള കാര്യവും കോൺഗ്രസ് മറന്നുപോകരുത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബൂത്തുകളിൽ പ്രവർത്തിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുമുള്ള വിമർശനങ്ങൾ ഉണ്ടായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വരുമ്പോൾ മാത്രം കോൺഗ്രസ് ഉണർന്നു പ്രവർത്തിക്കാതെ തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം സാമൂഹ്യ മാറ്റത്തിന് ഉതകുന്ന ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി, ഒരു സംഘടനയായി കോൺഗ്രസ് മാറണം. സംഘടനാ ദൗർബല്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചെന്ന വിലയിരുത്തലിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ച വിഷയമായി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കാൻ സംഘടനാ നവീകരണം നടത്തണമെന്ന അഭിപ്രായവും പാർട്ടിക്ക് ഉള്ളിലുണ്ട്. നിലവിലെ രീതിയിൽ മുന്നോട്ടു പോകുന്നത് പാർട്ടിക്ക് നല്ലതല്ല എന്നാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ചെറുപ്പക്കാരെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നാൽ സംഘടനാ ദൗർബല്യം പരിഹരിക്കാനും സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് പൊതുവെ പാർട്ടി ഇപ്പോൾ ചിന്തിക്കുന്നത്. പുതിയ ആശയങ്ങളും പദ്ധതികളും അവർക്ക് ആവിഷ്കരിക്കാനും ജനങ്ങളിൽ വിശ്വാസം കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം അഴിച്ചുപണിയിലേക്ക് പാർട്ടി നീങ്ങുമെന്ന സൂചന ചില നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിലെ ദുർബലത എന്തുമാത്രം ഉണ്ടെന്നറിയാൻ അവരുടെ പോഷക സംഘടനകളെ ഒന്ന് വീക്ഷിച്ചാൽ മതിയാകും. വിദ്യാർത്ഥി സംഘടനയായ KSU, യുവജന സംഘടന യൂത്ത് കോൺഗ്രസ്, തൊഴിലാളി സംഘടന INTUC, മഹിളാ കോൺഗ്രസ് ആയാലും ഇവിടെയെല്ലാം ഓരോ പരിമിതികളുമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. SFIയുടെ ശക്തമായ സാന്നിധ്യമാണ് ഇപ്പോൾ ക്യാമ്പസുകളിൽ കാണുന്നത്. ഒരു കാലത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ക്യാമ്പസ് രാഷ്ട്രീയത്തിലുമൊക്കെ വളരെ ശക്തമായി നിന്നിരുന്നത് അവർക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ സംഘടനാ സംവിധാനത്തിലും ഒരു അഴിച്ചുപണി കൊണ്ടുവന്നില്ല എങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വീണ്ടും ദുർബലപ്പെടും. കെ. സുധാകരൻ വീണ്ടും KPCC അധ്യക്ഷനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തുമാത്രം ചെയ്യാൻ കഴിയുമെന്നുള്ളതും നിർണായകമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും അദ്ദേഹം വിജയിച്ച് കയറുകയാണെങ്കിൽ MP എന്നുള്ള പദവിയും KPCC അധ്യക്ഷൻ എന്നുള്ള പദവിയും അദ്ദേഹത്തിന് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളിലും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളെ മുൻകണ്ടെങ്കിലും മൊത്തത്തിൽ ഒരു അഴിച്ചുപണി കോൺഗ്രസിനുള്ളിൽ നടന്നില്ല എങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു ഘടകം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിന് മുന്നേറാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.